പച്ചക്കറി കൃഷിയിൽ നൂറുമേനി വിളവെടുപ്പുമായി വടകര ട്രഷറി ഓഫീസിലെ ജീവനക്കാരുടെ കൃഷിത്തോട്ടം. ഏറെ തിരക്കുള്ള വടകര ട്രഷറി ഓഫീസിലെ ജീവനക്കാർ ഓഫീസ് പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുന്നേയും കഴിഞ്ഞതിനു ശേഷവുമാണ് ഓഫീസിലെ മട്ടുപ്പാവിൽ കൃഷി നടത്തി ഏവർക്കും മാതൃകയായി മാറിയത്. പച്ചക്കറി കൃഷി നടത്തി നൂറുമേനി വിളവെടുപ്പുമായി സർക്കാർ ജീവനക്കാർക്കിടയിലും മറ്റും ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റുകയാണ് വടകര ട്രഷറി ഓഫീസിലെ ജീവനക്കാർ. ഓഫീസിലെ മട്ടുപ്പാവിലാണ് 20ഓളം വരുന്ന ജീവനക്കാർ ഒത്തൊരുമിച്ച് പച്ചക്കറി കൃഷി ആരംഭിച്ചിരിക്കുന്നത്. മികച്ച രീതിയിലുള്ള വിളവെടുപ്പ് നടത്താൻ കഴിഞ്ഞതിൽ വളരെയേറെ സന്തോഷമുണ്ടെന്നും നല്ലൊരു സന്ദേശം സമൂഹത്തിന് നൽകാൻ കഴിഞ്ഞതായും ട്രഷറി ഓഫീസർ മുരളീധരൻ പറഞ്ഞു. നമ്മളെ ട്രഷറിയിൽ തന്നെ അതുല്യ എന്നൊരു ജൂനിയർ അക്കൗണ്ടന്റാണ് നമുക്ക് ഈ ആശയം മുന്നോട്ട് വെച്ചത്. ഞാനിത് ജൂനിയർ സൂപ്രണ്ടായ ശ്രീജ ജയസോടും നിഷാ ജയസോടും സംസാരിക്കുകയും മറ്റ് സ്റ്റാഫുകളെ യോഗം വിളിച്ച് ചർച്ച ചെയ്യുകയും അവരൊക്കെ വളരെ നല്ല രീതിയിൽ ഇതിനെ സ്വാഗതം പറയുകയും അങ്ങനെ നമ്മൾ ഇത് ഒന്ന് നടത്തി നോക്കാം എന്ന രീതിയിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ആദ്യം ഫേസ് ചെയ്ത് ഇവിടെ ഈ മൂന്നാമത്തെ നില ടെറസിൽ മണ്ണെത്തിക്കുക എന്നുള്ളത്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്തു, ഇതിൽ വന്ന പൂപ്പലുകൾ പരമാവധി കോരി ഉപയോഗിച്ചു. എന്നിട്ട് അതിനുശേഷം മണ്ണും ഇട്ട് മിക്സ് ചെയ്ത് തികച്ചും ജൈവ രീതിയിലായിരുന്നു കൃഷി ചെയ്തത്. നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നല്ല രീതിയിൽ ജലസേചനത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു, അതിൻ്റെ ടാങ്ക് ഉണ്ടായിരുന്നു. അതിനൊക്കെ നമ്മളെ ജീവനക്കാർ രാവിലെ 9 മണിക്ക് വന്നിട്ട് ചെയ്തു. അതുപോലെ ഓഫീസ് സമയത്തിന് ശേഷവും ഉച്ച സമയത്തും മറ്റ് ധന ഇടപാടുകൾക്ക് ഒട്ടും ബാധിക്കാത്ത രീതിയിലാണ് കൃഷി നടന്നിട്ടുള്ളത്. ഇതിൻ്റെ വിളവുകൾ നമ്മൾ എന്ത് ചെയ്തു വെച്ചാൽ ഓരോ ദിവസം പാചകം ചെയ്ത് ഉച്ചഭക്ഷണത്തിന് എല്ലാവരും കൂടി കഴിക്കുന്ന ഒരു ആസ്വാദ്യകരമായ നിമിഷം കൂടി ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ടും ഒരു മാതൃകാപരമായ പ്രവർത്തനമാണ് നമ്മൾ ജീവനക്കാർ ഒറ്റക്കെട്ടായി നടത്തിയിട്ടുള്ളത്. മത്തൻ, കക്കിരി, പച്ചമുളക്, പാഷൻ ഫ്രൂട്ട്, തക്കാളി, ചീര തുടങ്ങി നിരവധി പച്ചക്കറികളാണ് ഈ ടെറസിന്റെ മുകളിൽ വിളവെടുപ്പ് നടത്തിയിരിക്കുന്നത്. ജൂനിയർ അക്കൗണ്ടന്റ് CH അതുല്യയാണ് ടെറസിന് മുകളിലെ പച്ചക്കറി കൃഷി എന്ന ആശയത്തിന് തുടക്കമിട്ടത്. ട്രഷറി ഓഫീസർ മുരളീധരന്റെ നേതൃത്വത്തിൽ ഓഫീസിലെ 20 പേരും ഒത്തൊരുമിച്ച് കൈകോർത്തപ്പോൾ നല്ലൊരു വിളവെടുപ്പും ഇവർക്ക് ലഭ്യമായി. മണ്ണിന് പകരം ടെറസിലെ ഉണങ്ങിയ പായലുകൾ ചാക്കുകളിൽ നിറച്ചാണ് ജൈവ രീതിയിലാണ് കൃഷി ആരംഭിച്ചത്. ഏറ്റവും തിരക്കുള്ള ഓഫീസ് ആയതിനാൽ ജീവനക്കാർ ഓഫീസ് പ്രവർത്തനം ആരംഭിക്കുന്നതിന് തൊട്ടു മുന്നേയും അതിനുശേഷവുമാണ് കൃഷിയിൽ ഏർപ്പെട്ടത്. വിളയിച്ച വിഭവങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി സ്വാദിഷ്ട വിഭവങ്ങളാക്കി ഓഫീസിലെത്തിച്ച് ഒത്തൊരുമിച്ചുള്ള ഭക്ഷണം കഴിക്കുന്നതിലൂടെ ലഭിക്കുന്ന സന്തോഷവും ഇവർ പങ്കുവയ്ക്കുകയാണ്. മികച്ച ഒരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഞാനിത് ആരംഭിച്ചത്. കോഴിക്കോട് ജില്ലയിൽ തന്നെ വളരെ തിരക്കേറിയ ട്രഷറിയാണ് വളരെ ട്രഷറി. അപ്പോൾ അത്രയേറെ വർക്കുണ്ട്. പക്ഷെ അതിനിടയ്ക്ക് ഞങ്ങൾക്ക് തോന്നിയൊരു ഐഡിയ ആയിരുന്നു ഇത്. ഒരു പ്രധാന കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ചൂടുണ്ട് താഴെ. അപ്പോൾ ഇതിന് മുകളിൽ പച്ചക്കറി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു തണുപ്പ് കിട്ടും. ഞാൻ തുടക്കം കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതുല്യാണ് തുടങ്ങി വെച്ചത്. പിന്നെ എല്ലാവരും തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുകയും അതിന് ഫലങ്ങൾ കിട്ടി തുടങ്ങിയ സമയത്ത് വളരെ ഹാപ്പി ആവുകയും ചെയ്തു. ചെറിയ രീതിയിൽ തുടങ്ങാമെന്നാണ് വിചാരിച്ചത്. ഇപ്പം കുറച്ചും കൂടെ വിപുലമായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ കൃഷി ഓഫീസറുടെ സഹായമൊക്കെ ഞങ്ങൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഈ വർഷം ഏതായാലും അതൊന്നും നടക്കുന്നില്ല. ഇപ്പം ഞങ്ങൾ തന്നെ വിത്തൊക്കെ ശേഖരിച്ച് മണ്ണ് അതുപോലെ തന്നെ കവറുകൾ എല്ലാം ഓരോരുത്തരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ചെയ്യാണ്. ചിലവ് കുറഞ്ഞ രീതിയിലാണ് എല്ലാം ചെയ്തത്. പിന്നെ ഇതിൻ്റെ മുകളിൽ മണ്ണ് എടുത്തു കൊണ്ടുവരാനും വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവിടെയുള്ള തന്നെ പൂപ്പലൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഞങ്ങളിത് ചെയ്തത്.